ഡിയർ സ്റ്റുഡൻസ്, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്പ് ഓഫ് സ്റ്റിയറിംഗ് കോളത്തെ കുറിച്ചിട്ടാണ്. നമ്മൾ ഈ വാഹനത്തിൽ ഉപയോഗിക്കുന്ന സ്റ്റിയറിംഗ് കോളങ്ങൾ പല രീതിയിലുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ എനർജി അബ്സോർബബിൾ സ്റ്റിയറിംഗ് കോളം അല്ലെങ്കിൽ കൊളാപ്സബിൾ സ്റ്റിയറിംഗ് കോളം എന്ന് കൂടി സാധാരണ ഇതിനെ പറയാറുണ്ട്. നമ്മളുടെ ഒരു വാഹനം ഒരു ആക്സിഡൻറ്റ് പറ്റുന്ന സമയത്ത് പഴയ കാലഘട്ടത്തിലെ സ്റ്റിയറിംഗ് ആയിരുന്നെങ്കിൽ ആ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് വാഹനം ഇടിക്കുന്നതെങ്കിൽ ആ ഫ്രണ്ട് ഭാഗത്ത് വളരെയധികം ആഘാതം സംഭവിക്കുകയും അതിൻ്റെ ഫലമായിട്ട് നമ്മളുടെ സ്റ്റിയറിങ് നേരെ ഡ്രൈവറുടെ അതായത് നെഞ്ഞ് ഭാഗത്ത് ചെസ്റ്റ് ഭാഗത്ത് വന്ന് ഇടിക്കുകയും അതിൻ്റെ ഫലമായിട്ട് നമ്മളുടെ ഡ്രൈവർ ബ്ലഡ് ഛർദ്ദിച്ച് മരിക്കുകയാണ് ചെയ്യുക. സ്പോട്ടിൽ തന്നെ മരിക്കുകയാണ് സാധാരണ പഴയ കാലങ്ങളിൽ സംഭവിച്ചിരുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് അത് കഴിയില്ല. കാരണം അതിന് ആ ഒരു സംഭവം, അതായത് സ്റ്റിയറിങ് വന്ന് നമ്മുടെ ചെസ്റ്റിൽ ഇരിക്കുന്ന ആ ഒരു പ്രവണത ഇന്ന് കാണുന്ന വാഹനങ്ങളിൽ ഉണ്ടാവില്ല. കാരണം അവിടെ ഉപയോഗിക്കുന്നത് ഇന്ന് എനർജി അബ്സോർബബിൾ സ്റ്റിയറിംഗ് കോളമാണ്. ഇതിനെ കൊളാപ്സബിൾ സ്റ്റിയറിംഗ് കോളം എന്നും പറയും. അതായത് മുൻവീലുകൾ ആക്സിഡൻറ്റ് മൂലം വലിയ ആഘാതങ്ങൾ, അതായത് ഷോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് കോളം ആ ഷോക്കിനെ സ്വീകരിച്ച് ചുരുങ്ങുകയാണ് ചെയ്യുക. അതായത് ഡ്രൈവറെ ആ ഷോക്കിൽ നിന്നും സംരക്ഷിക്കുന്നു. ഇത് സ്റ്റിയറിംഗ് കോളത്തിൽ ഒരു ഔട്ടർ ട്യൂബും ഒരു ഇന്നർ ട്യൂബുമാണ് ഉണ്ടായിരിക്കുക. ഈ ഇന്നർ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു ബോൾ ടൈപ്പ് ജാക്കറ്റ് ബിഫോർ കൊളാപ്സിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭാഗം നോക്കാം. അവിടെ ഒരു ഇന്നർ ട്യൂബും കാണാം, ഔട്ടർ ട്യൂബും കാണാം. ഇന്നർ ട്യൂബിൻ്റെയും ഔട്ടർ ട്യൂബിൻ്റെയും ഇടയിലായിട്ട് ബോൾ ബെയറിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു കൊളാപ്ഷൻ നടന്നതിൻ്റെ ഒരു കൊളീഷൻ നടന്നു. ഒരു വാഹനം ഇടിച്ചു കഴിഞ്ഞാൽ ആ ബെയറിങ്ങിനെ അടിസ്ഥാനമാക്കിയിട്ട് ആ ഔട്ടർ ട്യൂബിൻ്റെ ഉള്ളിലൂടെ ഇന്നർ ട്യൂബ് മുകളിലോട്ട് സഞ്ചരിക്കുന്നു അല്ലേ. ആ സമയത്ത് ഈ ഔട്ടർ ട്യൂബിന് അതേ പൊസിഷനിൽ തന്നെ നിൽക്കൊണ്ട് ഈ ഔട്ടർ ട്യൂബ് ആയിരിക്കും നമ്മളുടെ സ്റ്റിയറിംഗ് വീലിൽ ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. നമ്മളുടെ ഈ ഒരു ഇന്നർ ട്യൂബ് ആയിരിക്കും നമ്മളുടെ സ്റ്റിയറിംഗ് ഷാഫ്റ്റിൻ്റെ അറ്റമായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ ആഘാതം അല്ലെങ്കിൽ ഒരു ഷോക്ക് സംഭവിക്കുന്ന സമയത്ത് ആ സ്റ്റിയറിംഗ് കോളം അവിടെ കൊളാപ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതായത് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. അതുമൂലം ഡ്രൈവർക്ക് ആഘാതം സംഭവിക്കാതിരിക്കാൻ പറ്റുന്നത്. അതുകൂടാതെ വേറൊരു ടൈപ്പാണ് മെഷ് ടൈപ്പ് ജാക്കറ്റ് ബിഫോർ കൊളാപ്സിങ്. അതായത് നോക്കുക, ഒരു സ്റ്റിയറിംഗ് കോളമാണ് കാണുന്നത്. അത് ഒരു വയർ മെഷ് പോലെ, അതായത് ഒരു നെറ്റ് പോലെ ഉള്ളൊരു സ്റ്റിയറിംഗ് കോളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് കൊളാപ്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ഫിഗർ ആഫ്റ്റർ കൊളാപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫിഗർ കാണാം. ആദ്യത്തെ രണ്ടാമത്തെ ഫിഗർ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ഫിഗറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്. അപ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ മെഷ് ടൈപ്പ് ആ നെറ്റ് ടൈപ്പുള്ള ഭാഗം ഒന്ന് ചുരുങ്ങി ഇതാ അടിയിൽ കാണുന്ന രീതിയിൽ ആയി മാറുകയാണ് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് എനർജി അബ്സോർബബിൾ സ്റ്റിയറിംഗ് കോളാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് ടിൽറ്റബിൾ ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് സിസ്റ്റം. ടിൽറ്റ് ചെയ്യാൻ പറ്റുന്നതും ടെലിസ്കോപ്പിക് ടൈപ്പിൽ മൂവ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള സ്റ്റിയറിംഗ് കോളാണ്. നമുക്കറിയാം നമ്മളുടെ ലോകത്ത് ഇന്ന് ഹൈറ്റ് കൂടിയ വ്യക്തികളും ഹൈറ്റ് കുറഞ്ഞ വ്യക്തികളും ഒരു സാധാരണ ഒരു ഹൈറ്റുള്ള വ്യക്തികളും ഉണ്ടായിരിക്കും. നമുക്കറിയാം ഒരു സാധാരണ ഹൈറ്റുള്ള വ്യക്തിക്ക് ഒരു നോർമൽ ആവറേജ് ഹൈറ്റുള്ള ഒരു വ്യക്തിക്ക് ഒരു വാഹനം ഓടിക്കുമ്പോൾ ആ വാഹനത്തിന് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ആ സ്റ്റിയറിങ് നല്ല രീതിയിൽ നമുക്ക് പിടിക്കാൻ കഴിയും. പക്ഷെ നോർമൽ ഹൈറ്റിനെക്കാട്ടിയും കുറച്ച് ഹൈറ്റ് കൂടിയ വ്യക്തി, അറ്റ്ലീസ്റ്റ് ഒരു 7 അടി ഹൈറ്റിനെക്കാട്ടിയും കൂടുതലുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ അവർ നമ്മൾ വാഹനത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ സ്റ്റിയറിങ് അതിനനുസരിച്ചിട്ട് നീളം ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മളൊരു വാഹനത്തിൻ്റെ സീറ്റ് ബാക്കോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് സ്റ്റിയറിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരും. അപ്പോൾ സ്റ്റിയറിങ് കുറച്ച് നീട്ടി പിടിക്കേണ്ട ആവശ്യം വരും. ആ സമയത്ത് ആ സ്റ്റിയറിങ്ങിനെ മുന്നോട്ട്, അതായത് അവരെ അടുത്തേക്ക് നീക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വലിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതുകൂടാതെ മേലോട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ ഈ യുവിനെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതൊന്ന് താഴ്ത്താനും പറ്റണം. അപ്പോൾ ആ രീതിയിൽ അതായത് മുന്നോട്ട് വലിക്കാനും പറ്റും. അതായത് ടെലിസ്കോപ്പിക് ടൈപ്പുമാണ്. അതുകൂടാതെ
ടിൽറ്റബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് താഴ്ത്താനും പറ്റും. അതായത് ഈ ഒരു ഡയറക്ഷനിൽ രണ്ടാമത്തെ ഫിഗർ നോക്കുക. ഇവിടെ നോക്കുക, ഇതാണ് പുതിയ മോഡേൺ വാഹനത്തിൽ. ഇപ്പോൾ ഒന്നിന്ന് കൊടുത്തത് അവിടെ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റിയറിംഗ് വീല് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആ ഒരു ഒന്ന് തന്നെ അവിടെ ഒരു ലോക്ക് ഉണ്ട്, ആ ലോക്ക് വലിക്കണം. ആ ലോക്ക് വലിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റിയറിങ് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ, അതായത് സ്റ്റിയറിങ് നമുക്ക് പുറത്തേക്കോ അല്ലെങ്കിൽ അകത്തേക്കോ തള്ളാം അല്ലെങ്കിൽ വലിക്കാം. അതുകൂടാതെ ടിൽറ്റ് ചെയ്യുകയും ചെയ്യാം. രണ്ടാമത്തെ ഫിഗറിൽ നോക്കിയാൽ ടിൽറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഫിഗറിൽ അത് അതിൻ്റെ നീളം അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒന്ന് തന്നെ ഇതിൽ ഉള്ള ലോക്ക് വലിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് സംഭവങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് കാണുന്ന മോഡേൺ വാഹനങ്ങളിലൊക്കെ ഈ ടിൽറ്റബിൾ ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് ആണ് ഉള്ളത്. ഓക്കെ.